കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേഡും നമ്മുടെ സ്റ്റാറ്റസും കാണാൻ കഴിയും. ഓരോ വിഷയത്തിനും ലഭിച്ച ഗ്രേഡുകളും നമ്മളത് പാസ്സാണോ ഫെയിൽഡ് ആണോ എന്നുള്ളത് നമുക്ക് റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ മാർക്ക് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം യൂണിവേഴ്സിറ്റി അനുവദിക്കുന്ന ഗ്രേഡും ആ ഗ്രേഡ് എത്ര മാർക്കിന് തുല്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എഫ് എന്ന് കാണുന്നത് 35% താഴെ മാർക്ക് ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് എഫ് ഗ്രേഡ് കിട്ടുന്നത്. 35% താഴെയാണ് മാർക്ക് എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു, അവിടെ ഗ്രേഡ് പോയിൻ്റ് 0ആണ്. 35ൻ്റെയും 45ൻ്റെയും ഇടയിലാണ് നമുക്ക് മാർക്ക് ലഭിച്ചത് എങ്കിൽ ഗ്രേഡ് പി എന്നാണ് കാണിക്കുക. പി എന്ന് പലരും മനസ്സിലാക്കുന്നത് പാസ് എന്നാണ്. അങ്ങനെയല്ല, 35ൻ്റെയും 45ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയാൽ പി എന്ന് കാണിക്കും. 45ൻ്റെയും 55ൻ്റെയും ഇടയിലാണെങ്കിൽ സി ഗ്രേഡാണ്. 55ൻ്റെയും 65ൻ്റെയും ഇടയിൽ ബി ഗ്രേഡ്. 65ൻ്റെയും 75ൻ്റെയും ഇടയിലാണെങ്കിൽ ബി പ്ലസ്. 75ൻ്റെയും 85ൻ്റെയും ഇടയിലാണെങ്കിൽ എ ഗ്രേഡ്. 85ൻ്റെയും 95ൻ്റെയും ഇടയിലാണെങ്കിൽ എ പ്ലസ്. 95% മുകളിലാണ് നമുക്ക് മാർക്ക് എങ്കിൽ ഒ എന്നുമാണ് കാണിക്കുക. ഇതാണ് ഗ്രേഡ് സിസ്റ്റം, അതിനനുസരിച്ചുള്ള മാർക്കും. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ച ഗ്രേഡ് ഏതാണ് എന്നുള്ളത് റിസൾട്ട് ഷീറ്റിൽ നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കുകയും വേണം. ഇവിടെ ഒരു മാർക്ക് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം ലാംഗ്വേജ് സ്കിൽസ് ഇൻ അറബിക് എന്നുള്ളതിൽ ബി പ്ലസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അഥവാ 65ൻ്റെയും 75ൻ്റെയും ഇടയിൽ അതിന് മാർക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം ലിറ്റ്മോസ്ഫിയർ ആണ്. അതിന് എഫ് ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത്. അഥവാ അതിന് 35% താഴെയാണ് മാർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എഫ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ് ഫെയിലാണ്. മൂന്നാമത്തത് ഫങ്ഷണൽ ഗ്രാമർ. അവിടെയും എഫ് ഗ്രേഡാണ് കാണുന്നത്. അഥവാ 35% താഴെയാണ് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിനും ഫെയിലാണ്. നാലാമത്തെ വിഷയം ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അവിടെ ഗ്രേഡ് പി ആണ്. എന്ന് പറഞ്ഞാൽ 35ൻ്റെയും 45ൻ്റെയും ഇടയിലാണ് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസിന് ലഭിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ വിഷയം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതിന് സി ഗ്രേഡാണ്. സി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 45ൻ്റെയും 55ൻ്റെയും ഇടയിലാണ് അതിന് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പാസ്സാണ്. ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് മനസ്സിലാക്കേണ്ടത്. റിസൾട്ട് ഷീറ്റിൽ ഗ്രേഡ് ഒബ്റ്റൈനഡ് എന്ന് കാണാം. അത് നമുക്ക് ലഭിച്ച ഗ്രേഡുകളാണ്. രണ്ടാമത്തത് ഗ്രേഡ് പോയിൻ്റ്. നമുക്ക് ലഭിച്ച ഗ്രേഡുകൾക്കനുസരിച്ചുള്ള പോയിൻ്റുകളാണ് ഗ്രേഡ് പോയിൻ്റ്. മൂന്നാമത്തത് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സിലബസ് അനുസരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിനും നിശ്ചിത ക്രെഡിറ്റുകളുണ്ട്. ആ ക്രെഡിറ്റിൽ നമുക്ക് ലഭിച്ച ക്രെഡിറ്റ് എത്രയാണോ അതാണ് അവിടെ കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് പോയിൻ്റ് എന്നുള്ളത് ഗ്രേഡ് പോയിൻറ്റും ക്രെഡിറ്റും തമ്മിൽ ഗുണിച്ചതാണ് ക്രെഡിറ്റ് പോയിൻ്റ് എന്നുള്ളത്. അതാണ് ക്രെഡിറ്റ് പോയിൻറ്റിൻ്റെ താഴെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് നമ്മൾ ആ വിഷയത്തിന് പാസ്സാണോ ഫെയിൽഡ് ആണോ എന്നുള്ളതും കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഷീറ്റിൻ്റെ രീതി. നമ്മുടെ വിജയപരാജയങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്.